തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു തമ്പുരാനെ എന്ന് മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന നേർക്ക് നേരെ ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അജയ്യനായ സർവശക്തനായ റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനോടായിരുന്നുവെങ്കിൽ വീണ്ടും ഖുർആൻ വിശദീകരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന സന്താനങ്ങളില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ അതാ ഖലീലുല്ലാഹി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. റബ്ബി, എന്റെ റബ്ബേ, ഹബ്ലി, നീ എനിക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാന്, മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ എനിക്ക് നീ പ്രദാനം ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഖലീലുല്ലാഹി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അതിനെനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു മഹാന്റെ കബറിടത്തിൽ അവിടെ തൊട്ടിൽ നേർച്ചയാക്കിയിട്ടായിരുന്നില്ല, മറ്റെന്തെങ്കിലും നേർച്ച വസ്തുക്കൾ അർപ്പിച്ചുകൊണ്ടായിരുന്നില്ല, അവരുടെ അക്ജായ ബർക്കത്ത് കൊണ്ടായിരുന്നില്ല, അവരെ നേരിട്ട് വിളിക്കലായിരുന്നില്ല, അവരെ കൊണ്ടുള്ള തവസ്സുൽ ചെയ്യലായിരുന്നില്ല. നേരെ മറിച്ച് റബ്ബിനെ വിളിച്ചുകൊണ്ട് നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ സന്താനങ്ങളെ എനിക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വീണ്ടും നോക്കൂ, ഖുർആൻ പറയുകയാണ്, അതാ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. സ്വന്തം മക്കൾ തന്നെ അതാ തന്റെ ഇളയ മകൻ യൂസുഫിനെ തട്ടിക്കൊണ്ടു പോവുകയാണ് ആട് മേയ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്, പിതാവിന്റെ മുന്നിൽ വന്ന് തന്ത്രം പറഞ്ഞുകൊണ്ട്, പിതാവിന്റെ മുന്നിൽ വന്ന് കളവ് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് ഇളയ മകനെ സ്വന്തം മക്കൾ തന്നെ, തന്റെ മക്കൾ തന്നെ തട്ടിക്കൊണ്ടുപോയി അതാ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. സംഗതി എന്തെന്നറിയാതെ ആ പ്രവാചകനതാ വിഷമിക്കുകയാണ്. ആ പ്രവാചകൻ തന്റെ വിഷമം ഇറക്കി വെക്കുകയാണ്. എവിടെയാണ് ആ പ്രവാചകൻ ഇറക്കി വെച്ചത്? ഖാല ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, അല്ലാഹുവേ, എന്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ വേദനയും എല്ലാ മനപ്രയാസവും ഞാൻ നിന്നിലേക്ക് മാത്രമാണ് ഏൽപ്പിക്കുന്നത്, എല്ലാം നിന്നിലേക്ക് മാത്രമാണ് ഞാൻ ഇറക്കി വെക്കുന്നത് എന്ന് എല്ലാ വേദനയും അതാ നാഥന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി റബ്ബിന്റെ മുന്നിൽ എല്ലാം പരമേൽപ്പിക്കുകയാണ്. ആ പിതാവ് കരയുകയാണ്. എത്ര കൊല്ലമാ സഹോദരങ്ങളെ കരഞ്ഞത്? തന്റെ നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി 10-40ഓളം കൊല്ലം കരഞ്ഞുവെന്നാണ് നമുക്ക് മുന്നിൽ ചരിത്രം വിശദീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? കരഞ്ഞ് കരഞ്ഞ് വബിയല്ലത്ത് ഐനാ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ വെളുത്തുപോയി, അഥവാ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അത്രയും വർഷക്കാലം ആ പ്രവാചകനതാ കരയുകയാണ്. ആ സമയത്ത് പോലും ആ പ്രവാചകൻ തന്റെ സങ്കടം പറഞ്ഞത് റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനോട് മാത്രമായിരുന്നു. ഇതൊക്കെ പ്രവാചകന്മാരുടെ പ്രാർത്ഥന. നേരം വെളുക്കുന്നവരെ ഓതിയാ തീരൂല. അത്രമാത്രം പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വിശദീകരിച്ചിരുന്നിട്ട് ഇങ്ങനെ എത്രയെത്ര പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ. മഹാനായ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന 19-ാം അധ്യായം സൂറ മറിയമിൽ പടച്ച തമ്പുരാൻ വിശദീകരിക്കുന്നുണ്ട്. വളരെ വിശാലമായി തന്നെ ഖുർആൻ അത് അവിടെ ഓതി തരുന്നുണ്ട്. അതുപോലെ അസ്ഹാബുൽ കാഫിന്റെ പ്രാർത്ഥന, ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥന, വിശ്വാസികളുടെ പ്രാർത്ഥന, ബീവിമാരുടെ പ്രാർത്ഥന, മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി നടത്തിയ പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണേ തമ്പുരാനെ, വഫിൽ ആഖിറതി ഹസന, പാരത്രിക ജീവിതത്തിൽ ഞങ്ങൾക്ക് നന്മ നൽകണേ തമ്പുരാനെ, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പ്രവാചകൻ ഏറ്റവും കൂടുതലായി നടത്തിയ പ്രാർത്ഥനയാണ്. വിശ്വാസികൾ ധാരാളമായി ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനോട് മാത്രമാണ്. എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. ഖുൽ നബിയെ, അങ്ങ് പറയണം, പ്രഖ്യാപിക്കണം, ഇന്നമാ അദൂ റബ്ബി, തീർച്ചയായും ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അവനിൽ ഒരാളെയും പങ്കുചേർക്കുകയേ ഇല്ല എന്ന് പ്രഖ്യാപിക്കൂ നബിയെ എന്ന്
പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ വിശദീകരിക്കുന്നു. ഇങ്ങനെ എത്ര പ്രാർത്ഥനകൾ വേണം. എന്നിട്ട് ഈ സമൂഹത്തെ, സാധാരണ ജനങ്ങളെ പിഴപ്പിക്കുന്നു. സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് ഇടണമെങ്കിൽ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അല്ലേ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, എന്തിനാ മനുഷ്യന്മാരെ നിങ്ങളെ സൃഷ്ടിച്ചത്? ജാറത്തിൽ പോയി പ്രാർത്ഥിക്കാനാ? ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാനാ? മഹാന്മാരുടെ കബറിടങ്ങൾ കെട്ടിപ്പോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, സന്താനങ്ങളില്ലാതെ വരുമ്പോൾ, കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുമ്പോൾ അവിടെ പോയി നേർച്ചകൾ അർപ്പിച്ച്, അവിടെ പോയി പലതരത്തിലുള്ള ഇസ്ലാമിന് അന്യമായ പ്രവർത്തനങ്ങളും ചെയ്ത് ആ ജാറത്തെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാനാ? അല്ല. നേരെ മറിച്ച് നേർക്ക് നേരെ ഖുർആൻ ഓതിത്തരുന്ന ഒരു ആയത്തുണ്ട്. എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുവാനാണ് അള്ളാഹു തആല ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് എന്ന് അതാ പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ ഓതിത്തരുന്നു. അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധന. പ്രാർത്ഥന ആരാധനയായതുകൊണ്ട് അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥന ആരാധനയാണ് എന്നുള്ളത് കൊണ്ട് ആ ആരാധനയാകുന്ന പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ല. പ്രാർത്ഥന ആരാധനയാണെന്ന് വിശദീകരിച്ചപ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥന ആരാധനയാണ് എന്നതിന് തെളിവായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അനുചരന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സുമ്മ ഖറഅ, അതാ പിന്നീട് പ്രവാചകൻ ഓതുകയാണ്, വഖാല റബ്ബുകും ഉദ്ഊനി യസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ് പറയുകയാണ്, ആ റബ്ബിന്റെ പ്രഖ്യാപനമാണ്, ഉദ്ഊനി, നിങ്ങളെ എന്നെ വിളിച്ചോ, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ അഹംഭാവം നടിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നവരാരോ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, തീർച്ചയായും അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്ക്, എന്നോട് പ്രാർത്ഥിക്ക്, ഞാൻ ഉത്തരം തരാം. സഹോദര, പറയുന്നത് നമ്മുടെ റബ്ബല്ലേ? ആ റബ്ബിന്റെ വാക്കിൽ കളങ്കമുണ്ടോ? ആ റബ്ബ് നമ്മളെ പറഞ്ഞു പറ്റിക്കുമോ? വെറും വർത്തമാനം പറയുന്ന ആളാണോ നമ്മുടെ റബ്ബ്? അല്ല. ആ റബ്ബാണ് നമ്മളോട് പറയണം, ഉദൂനിങ്ങളെ എന്നോട് ചോദിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് തരാം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മുടെ റബ്ബ് നമ്മോട് പറയാണ് ചോദിച്ചോളാൻ. നമുക്ക് ചോദിച്ചൂടെ? ആ റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാൻ വിശദീകരിക്കുന്ന മാർഗത്തിലേക്ക് മടങ്ങിക്കൂടെ സഹോദര? പ്രവാചകന്മാർ അഖിലവും പഠിപ്പിച്ചത് അതല്ലേ? യാ ഖൗം, ഓ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, നിങ്ങൾക്ക് ആരാധനക്കരകനായി അവനല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന് പഠിപ്പിക്കാത്ത പ്രവാചകന്മാരാരായുള്ളത് എന്ന് വിശദീകരിക്കാത്ത ഒരു പ്രവാചകന്റെ പേര് പറ. ഒരൊറ്റ പ്രവാചകനില്ല. കാരണം പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഓ നബിയേ, താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല, അവരിലേക്ക് ദിവ്യ സന്ദേശം നൽകിക്കൊണ്ടല്ലാതെ. എന്താണ് അള്ളാഹു മുഴുവൻ പ്രവാചകന്മാർക്കും നൽകിയ സന്ദേശം? ഞാനല്ലാതെ ഒരു ആരാധനേ ഇല്ല, അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുവിനെന്ന് വഹി നൽകാത്ത, എന്ന് ബോധനം നൽകാത്ത ഒരൊറ്റ പ്രവാചകനെയും നബിയെ താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല കേട്ടോ. ഇത് പറയാത്ത ഒരൊറ്റ പ്രവാചകനില്ല എന്നുള്ള. ഏതൊരു പ്രവാചകൻ ഇവിടെ വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാരൊക്കെ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ഇനി പ്രവാചകന്മാര് പഠിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം, ഒരു സംഗതി ഇത് തന്നെയാണ്.
നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകലമാന പ്രവാചകന്മാരും പഠിപ്പിച്ചുള്ള വാക്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകമാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വാചകമില്ല, അതിനേക്കാൾ മഹത്തരമേറിയ മറ്റൊരു ആദർശമില്ല, മറ്റൊരു പ്രഖ്യാപനമില്ല, മറ്റൊരു ആശയമില്ല. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചു. എന്തുകൊണ്ട് അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള കാരണം? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ഇസ്ലാം ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുമ്പോൾ അതിന്റെ കാരണം എന്താ സഹോദര? അതുവരെ ഖുർആൻ നമുക്ക് മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്. ജാറത്തിൽ പോയി പ്രാർത്ഥിക്കരുത്, മഹാന്മാരോട് പ്രാർത്ഥിക്കരുത്, മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കരുത്, അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കരുത്, മഹാനായ മുഹദ്ദീസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പ്രാർത്ഥിക്കരുത്, ബദരീങ്ങളോട് പ്രാർത്ഥിക്കരുത്, മാല മൗലീദുകളിലൂടെ കുതുബിയ്യത്തിന്റെ വരികളിലൂടെ അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് ഈ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുമ്പോൾ അതിന്റെ കാരണം എന്താ? അതുകൂടി പഠിക്കണം നിങ്ങൾ. എന്താ കാരണം? ഖുർആൻ പറയട്ടെ. പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ ഓതി തരികയാണ്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കണം കേട്ടോ. ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ കാരണം എന്താണ്? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ എന്ന് മാത്രമല്ല, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചത് അവൻ തന്നെയാണ്. ഒന്നാമത്തെ കാര്യങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ, അതുപോലെ നിങ്ങളുടെ മുൻഗാമികളായ ആളുകളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ, ആ നാഥനെയല്ലാതെ സഹോദരങ്ങളെ മറ്റാരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അജയ്യനായ സർവശക്തനായ പടച്ചതമ്പുരാൻ, പ്രവാചകന്മാരൊക്കെ പരിചയപ്പെടുത്തിയ സൃഷ്ടാവ്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഫിർഔൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ. ഏ മൂസ, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയും ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന സൃഷ്ടാവിനെ പരിചയപ്പെടുത്താൻ. ആരായിരുന്നു ഫറോവ? അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്. മാലും തുലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ മറ്റൊരു ആരാധന നിങ്ങൾക്കുള്ളതായി എനിക്കറിയില്ല എന്ന അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ വർത്തമാനം പറഞ്ഞ ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് തന്റെ അടുത്തോടെ കയറി ചെന്നിട്ട് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി പ്പോൾ ഫിർഔൻ അവരോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമാണ്, ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ. ഏ മൂസ, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണ്. എന്തു മറുപടിയാ നൽകിയത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ ആ മറുപടി അതിനേക്കാൾ സുന്ദരവും അതിനേക്കാൾ വിശാലവും അതിനേക്കാൾ അർത്ഥവത്വമായ ഒരു മറുപടി നൽകാൻ ഇന്ന് ലോകത്തുള്ള മുഴുവൻ നാവുകളും ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല. അത്രമാത്രം വിശാലമായി തന്നെ, അത്രമാത്രം സുന്ദരമായി സൃഷ്ടാവിനെ പരിചയപ്പെടുത്തി ആര്? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി? ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ വസ്തുവിനെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അതിനെല്ലാത്തിനും അതിൻ്റെതായ മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ? ഓരോ വസ്തുവിനെയും സൃഷ്ടിച്ചിട്ട് ആ വസ്തുക്കൾക്കെല്ലാം തന്നെ അതിൻ്റെതായ വഴി കാണിക്കുകയും ചെയ്തവനാരോ? അവനാണ് ഞങ്ങളുടെ സൃഷ്ടാവ്. എല്ലാത്തിനെയും സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല മനുഷ്യരെ, എല്ലാത്തിനും അതിൻ്റെതായ മാർഗദർശനം നൽകിയ ലോകത്തിന്റെ സൃഷ്ടാവ് അവനാ ഞങ്ങളുടെ സൃഷ്ടാവ്. അല്ലെ, ആ സൃഷ്ടാവിനെയാണ് ഖുർആൻ ഈ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ആ സൃഷ്ടാവിനോട് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളെ സൃഷ്ടിച്ചവനാരോ ആ സൃഷ്ടാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്ക്. ഇത് അംഗീകരിക്കാൻ എന്താ പ്രയാസം? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അല്ലാഹുവിന് പുറമേയുള്ള ജാറങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കൾ, മഹാന്മാർ, നിങ്ങളെ സൃഷ്ടിച്ചതിൽ അവർക്ക് പങ്കുണ്ടോ? നോക്കൂ, പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീകും ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ.
അല്ലാഹുല്ലദീ ഖലഖകും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. സുമ്മ റസഖകും, പിന്നീട് അവൻ നിങ്ങൾക്ക് റിസ്ഖ് നൽകി, ഉപജീവന മാർഗം ഇവിടെ നന്നാക്കി തന്നു. സുമ്മ യുമീതുകും, പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു. സുമ്മ യുഹീകും, പിന്നീട് അവൻ നിങ്ങളെ രണ്ടാമത് ജീവിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ്, ഹൽ മിൻ ശുറകായികും യഫ്അലു മിൻ ദാലികും മിൻ ഷൈ